ബി.ജെ.പി നേതൃത്വത്തിൻ്റെ ഒന്നും ചർച്ച ഫലം കണ്ടില്ല. കെ. അണ്ണാമലൈ പുറത്തേക്ക് വന്നു. ആ ഒരു രാജിക്ക് പിന്നാലെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. കെ. അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കും. എന്തായിരിക്കും അണ്ണാമലൈയുടെ ഭാവി? സാറിന് എന്താണ് തോന്നുന്നത്? അല്ല, അണ്ണാമലൈ രാജിവെച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. ഉം. ഞാൻ എനിക്ക് അറിയാവുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ രാജി വളരെ സാധാരണ സംഭവങ്ങളല്ല, വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ദുഃഖം ആ തരത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ചുണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാവാം. കാരണം പ്രത്യേകിച്ച് അണ്ണാമലൈ എന്ന് പറയുന്ന ആൾ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം IPS ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി കഴിവുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അത്തരം ഒരാളുടെ നഷ്ടം അത് ഏതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് അണ്ണാമലൈ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അണ്ണാമലൈ ഞാൻ മനസ്സിലാക്കുന്നത് BJPക്കകത്ത് 7 വർഷം കണ്ടായിട്ടുള്ളൂ. ഉം. 2019 അദ്ദേഹം IPS IPS. രാജിവെച്ചുകൊണ്ട് BJP ചേരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം IPS കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം IPS ആകുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ 4 പാർലമെൻറ്റ് മെമ്പർമാരുണ്ട്. ഒന്ന് കോയമ്പത്തൂരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായിരിക്കുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം ജയിച്ചത് അവിടെ നിന്നാണ്. അതേപോലെ തന്നെ പൊൻ രാധാകൃഷ്ണൻ ജയിച്ചിരുന്നു കന്യാകുമാരിയിൽ നിന്ന്, മാത്തൻ ജയിച്ചിരുന്നു നീലഗിരിയിൽ നിന്ന്, തിരുനാവാക്കരശി ജയിച്ചിരുന്നു. അങ്ങനെ 3-4 പാർലമെൻറ്റ് മെമ്പർമാരുണ്ടായിരുന്നു. അപ്പോൾ അത് കർണാടകത്തിൽ അണ്ണാമലൈ വന്നതിന് ശേഷമാണ് BJP വളർന്നത് എന്നുള്ള ധാരണ ശരിയല്ല. മറിച്ച് BJPയുടെ വളർച്ചയിൽ അണ്ണാമലൈക്ക് വലിയ പങ്കുണ്ടെന്നുള്ള വസ്തുതയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് DMK ആയിരിക്കുന്ന സഖ്യത്തിൻ്റെ വേണോ വേണ്ടേ എന്നുള്ള സംശയങ്ങളൊക്കെ വന്ന സമയത്തും സ്വന്തമായി പാർട്ടിയെ നയിക്കുവാനായിട്ടുള്ള ഒരു വലിയ കരുത്ത് സ്വയം പ്രകടിപ്പിച്ച ആളാണ് അണ്ണാമലൈ. ആ സ്വയം കരുത്ത് പ്രകടിപ്പിക്കുന്നതിനോടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് BJPക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ BJP 2020 കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ BDJSന് കൂട്ടിച്ചേർത്തു. ഈ പറയുന്ന പാർട്ടികൾക്കൊന്നും ഒരു മണ്ഡലങ്ങളിലും 3000-ഓളം വോട്ടുകളില്ല എന്നുള്ള വസ്തുതയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് 10-20 സീറ്റ് കൊടുക്കുകയും അവർക്ക് പല മണ്ഡലങ്ങളിൽ അവർ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അതിന് കാരണം ജയസാധ്യത മാത്രമല്ല, ഒരു വലിയ വിഭാഗം ആളുകളെ BJPയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള BJPയുടെ ബോധപൂർവമായുള്ള പരിശ്രമത്തിന് എൻ്റെ ഭാഗം മാത്രമാണ് ശരിക്കത്. അത് കാണുന്ന സമയത്ത് അണ്ണാമലൈ പോലുള്ളവർ ധരിക്കരുത് ഇത് ഞാൻ സഖ്യം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ സഖ്യത്തിന് പോകാമോ എന്നുള്ള DMKയുടെ സഖ്യം വേണ്ടാന്നാണ് അണ്ണാമലൈയുടെ നിലപാട്. ഈ പറയുന്ന നിലപാടിനോട് സാധാരണ സെൻട്രൽ BJP യോജിക്കില്ല. സെൻട്രൽ BJP മാത്രമല്ല, ഞാൻ അറിഞ്ഞ തമിഴ്നാട്ടിലുള്ള BJP ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിനോട് യോജിക്കില്ല. കാരണം പല കാരണമുണ്ട്. DMK ഉള്ളതിൻ്റെ ഒരു ഭരണം കിട്ടുന്ന നിലക്കല്ല, പക്ഷെ ഒരു സഖ്യകക്ഷിയെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത് ഭാവിയിലും അതേപോലെ തന്നെ പാർലമെൻറ്റിനകത്തും BJPക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവുന്നതാണ് BJPയുടെ പ്രതീക്ഷ. അങ്ങനെയാണത്. കാരണം BJPയുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഇവരാരും പുതിയ ആളുകളല്ല. നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും യോഗി ആദിത്യനാഥ് ആയാലും ഈ പറയുന്ന ആളുകൾക്ക് നിരവധി വർഷങ്ങളോളം പാർട്ടി പ്രവർത്തനം ചെയ്ത് വലിയ പഴക്കവും സിദ്ധിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ജനവികാരങ്ങളെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ആ ജനവികാരങ്ങളെ കൃത്യമായിട്ട് ബോധ്യമുള്ളതിൻ്റെ പേരിൽ അവർ കേവലമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പുറത്തോ വൈകാരികമായിട്ടുള്ള നിലയിലോ അല്ല തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ നിരവധി ആളുകൾ, നിരവധി നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് പഴയ കാലത്തും കുറേശ്ശായിട്ട് വിട്ടുപോയില്ല എന്നും പറയുന്നില്ല. ഇപ്പം എനിക്കറിയാവുന്ന പഴയ കാലത്ത് കല്യാൺ സിംഗ് ഉണ്ടായിരുന്നു. കല്യാൺ സിംഗ് ഉത്തർപ്രദേശിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അയോധ്യയിൽ വിവാദ മന്ദിരം തകർക്കുന്ന സമയത്ത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. വളരെ നിർഭയനായിട്ട് ആ വിഷയങ്ങൾ അഭിമുഖീകരിച്ച ആളാണ്. പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ BJPയെ സംബന്ധിച്ച് അതിൻ്റെ നയപരിപാടികളുമായിട്ട് ചില സമയത്ത് യോജിക്കാൻ പറ്റാണ്ട് പോകുന്ന സമയത്ത് കല്യാൺ സിംഗിന് പുറത്തു കൊണ്ടു വന്നു. അതേ കല്യാൺ സിംഗിൻ്റെ പിൽക്കാലത്ത് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടി ഉണ്ടാക്കിയ ആൾ തിരിച്ച് വീണ്ടും BJPയിലേക്ക് വന്നതിനും ചരിത്രമുണ്ട്. അതേപോലെ തന്നെ വലിയൊരാളായിരുന്നു, താത്വിക ചിന്തകനായിരുന്നു ഗോവിന്ദാചാര്യ. അങ്ങനെ തമിഴ്നാട്ടുകാരനാ, വലിയ ചിന്തകനാ, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ എറണാകുളത്ത് വന്നിട്ട് പോസ്റ്റ് ഓഫീസുകാർ മറ്റേ പത്രസമ്മേളനത്തിൽ പത്രക്കാർ അദ്ദേഹത്തിന് ചോദിച്ച്, താങ്കൾ RSSൻ്റെ പ്രചാരകനാണോ, അതുകൊണ്ട് താങ്കൾ BJP വിടുമോ, BJP തന്നെയായിരിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RSSൻ്റെ പ്രചാരകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് എഴുതാത്ത കാർഡ് എന്നാണ് പറയുക. അത് എവിടേക്കാണോ, BJPയിലേക്കാണോ പോകേണ്ടത്, BMSലേക്കാണോ പോകേണ്ടത്, അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനത്തിലേക്കാണോ പോകേണ്ടത്, വനവാസി കല്യാണശ്രമത്തിലേക്കാണോ പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അഡ്രസ്സ് എഴുതാത്ത കാർഡുകളാണത്. അത്തരം ഒരു സങ്കല്പം ഉണ്ടായിരുന്ന താത്വിക ചിന്തകനായിരുന്ന ഗോവിന്ദാചാര്യ എന്ന് പറയുന്ന ആളും പിന്നെ പിൽക്കാലത്ത് പ്രസ്ഥാനം വിട്ടിട്ടുണ്ട്.
അതേപോലെ തന്നെ മാധവറാവ് ഓക്ക് എന്ന് പറയുന്ന ആള്, എൻ്റെ ആ വർഷം എനിക്ക് കൃത്യം ഓർമ്മയില്ല, 50കളിലാണ് അദ്ദേഹം ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് BJPയുടെ RSSന്റെ പ്രാന്ത പ്രചാരകമായിരുന്നു. അദ്ദേഹം ആ പ്രസ്ഥാനം വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പ്രസ്ഥാനം പലരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ പലരെയും സംബന്ധിച്ച് പ്രസ്ഥാനം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട വസ്തുത, ഇവര് മാത്രമൊന്നല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ. പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം 10,000-കണക്കിന് ആളുകൾ ചേരുന്നതാണ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് കരുത്തുണ്ട്, അതിനെല്ലാ സ്ഥലത്തും വേരുകളുണ്ട്. ആ വേരുകൾ തീരുമാനിക്കുന്ന ഒരിക്കലും ഒരാളായിട്ട് മാത്രമല്ല തീരുമാനിക്കുക, നിരവധി ആളുകളുടെ കൂട്ടായ്മയാണ്, അവരുടെ ചിന്തകളാണ്, അവരുടെ സങ്കല്പങ്ങളാണ്, അവരുടെ ജീവിതചര്യകളാണ്. ഒരിക്കലും RSSന്റെയും BJPയുടെയും ഒന്നും നേതാക്കന്മാരുടെ അവരുടെ ആശയത്തിന്റെ പ്രചരണത്തിൽ അല്ലെങ്കിൽ സമരകാഹളം മുഴക്കി കേട്ടുകൊണ്ടല്ല പ്രവർത്തകന്മാർ വളരുക. അവർ വളരുന്നത് അവരുടെ നേതൃത്വത്തിന്റെ ജീവിതശൈലി നോക്കിയിട്ടാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതശൈലി കണ്ട് അനുകരണീയമായിരിക്കുന്ന 10,000-കണക്കിന് ആളുകളുള്ള ഒരു വലിയ പ്രസ്ഥാനമാണിത്. 10,000 ഒന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ കോടികളാണ്. ആ കോടികളുള്ള ആ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിത്തിച്ചേരാനുള്ള കാരണം ഈ പറയുന്ന നിരവധി ആളുകളുടെ ത്യാഗ മനോഭാവത്തിന്റെ ഫലമായിട്ടാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാലോ, എത്രയോ ആളുകൾ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അതിന് വലിയൊരു പ്രസ്ഥാനമാണ്. ആ ജീവത്യാഗം ചെയ്തതിൻ്റെ പേരിൽ ആർക്കും ആ പറയുന്ന ജീവത്യാഗം ചെയ്തവരുടെ കുടുംബക്കാരും MP-മാരായിട്ടില്ല, അവരൊരു MLA-മാരായിട്ടില്ല, അവർക്കാർക്കും ഉന്നതമായിട്ടുള്ള ജോലികൾ ലഭിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവർക്കാർക്കും പരാതി ഉണ്ടാവില്ല. മന്ത്രിയായതൊക്കെ പിന്നെ പിൽക്കാലത്ത് വേറെ വല്ലതും ആയിട്ടുണ്ടാവുക. അങ്ങനെ അത്തരം പരാതികളില്ലാത്ത എല്ലാ ആളുകളും നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന കൃത്യമായുള്ള ആദർശ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് സംഘ കുടുംബത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ അംഗം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും ഞാൻ മനസ്സിലാക്കുന്നത്, ഒരിക്കലും ആരുടെ പോലും അതിനകത്ത് ഒരാളുടെ വേർപാടും പാർട്ടിയെ സംബന്ധിച്ച് സാധാരണ നിലയ്ക്കല്ല വേദനിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഒരാളുടെ വേർപാടും പാർട്ടിയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമല്ല. ആ ആളില്ലെങ്കിൽ പ്രസ്ഥാനം നടന്നു പോകും. അങ്ങനെ ആരും ധരിക്കരുത്. കാരണം അതിപ്പോൾ ഈ പഴയ കാലത്തൊരു കഥ പറയാറുണ്ട്, ഈ പട്ടത്തിൻ്റെ കഥ പറയാറുണ്ട്. പട്ടം നൂല് കെട്ടിയിട്ടാണ് പട്ടം വിടുക. ഈ പട്ടം മുകളിൽ കിടന്ന് പറന്ന് നടക്കും. ആ പട്ടത്തിന് മുകളിൽ പോകാൻ സാധിക്കും, നൂലിന് പോകാൻ സാധിക്കില്ല. അപ്പോൾ പട്ടം ധരിക്കുകയാണ്, ഞാൻ ഈ കെട്ടങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാമല്ലോ എന്ന് ധരിക്കും. അവസാനം കെട്ടുപൊട്ടിക്കുന്നു, ആ പട്ടം വ്യാപകമായിട്ട് രീതിയിൽ പറക്കുന്നു. കുറെ കഴിയുമ്പോൾ കെട്ടുപൊട്ടിച്ചാൽ എന്താ സംഭവിക്കുക? പട്ടം എന്ന് പറഞ്ഞാൽ താഴെ കിടക്കും. ഇത് ഒരു ചരിത്രപരമല്ല, ഇത് കൃത്യമായിട്ടുള്ളൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഏത് വ്യക്തിയെ സംബന്ധിച്ചും എത്ര വലിയ വ്യക്തിയാണെങ്കിലും കൊള്ളാം, ആ വ്യക്തിയെ സംബന്ധിച്ചൊക്കെ തന്നെ ബാധകമാണ്. ആരും ഈ സമൂഹത്തെ സംബന്ധിച്ച് അവർ മാത്രമാണ് പ്രസ്ഥാനം എന്ന് ആരും ധരിക്കാൻ പാടില്ല. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേരുന്നതാണ്, അവരും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പലരും ചേരുന്ന സമയത്താണ് പ്രസ്ഥാനങ്ങളും ആദർശങ്ങളെല്ലാം നിലനിൽക്കുന്ന. അങ്ങനെയാണ്. അല്ലാത്ത ഒരു സംവിധാനത്തിനും വ്യക്തി അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾക്കും കാലങ്ങൾ അതിജീവിക്കാൻ സാധ്യമല്ലെന്നുള്ളതാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് എനിക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യമാണ്, അണ്ണാമലയും BJPയും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണോ ഈ രാജി? അതിൻ്റെ അപ്പുറത്തേക്കും BJPയിൽ നിന്നും അണ്ണാമല തമിഴ്നാട് രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെങ്കിൽ അണ്ണാമല വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അവിടെ മുന്നോട്ട് ഉണ്ടായിട്ടുണ്ട്. അത് സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ അണ്ണാമലയുടെ ഒരു രാജി എന്ന് പറയുന്നത് BJPയെ തമിഴ്നാട്ടിൽ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? അത് എന്ന് മാത്രമല്ല, അത് അണ്ണാമല എന്തിനു വേണ്ടിയിട്ടാണ് രാജിവെച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ട പോലെ ആയിരിക്കണം വസ്തുത നിർബന്ധമില്ല. അണ്ണാമലയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, അണ്ണാമലയെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥാനം കിട്ടാത്തതുകൊണ്ട് രാജിവെക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ DMK ആയിട്ട് സഖ്യം ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ പേരിൽ രാജിവെക്കാൻ സാധ്യതയില്ല. അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വേണമെങ്കിൽ BJPയുടെ ആസൂത്രണത്തിൻ്റെ ഭാഗം ആയിക്കൂടായിയൊന്നുമില്ല. BJP വേണ്ടി വന്നാൽ അത്തരം ചില നാടകങ്ങൾ കളിക്കുന്ന കാര്യത്തിലും BJP രാഷ്ട്രീയ പ്രസ്ഥാനം നിലയിലേക്ക് തീരെ മോശക്കാരൊന്നുമല്ല. ഏത് നാടകം കളിക്കാനായിട്ട് വളരെ വിദഗ്ധന്മാർ തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്കാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും അണ്ണാമലയുടെ രാജി എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരം മാത്രമാണ്. അതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. അതൊരിക്കലും ശാശ്വതമായിട്ടുള്ളതല്ല. കാരണം ഒരു ദേശസ്നേഹമുള്ളൊരു ആളെ സംബന്ധിച്ച് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതിനെ പിന്തുണയ്ക്കാതെ കണ്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ അത് അണ്ണാമലയെ സംബന്ധിച്ച് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തമിഴ്നാടിൻ്റെ മോചനത്തെക്കുറിച്ച്, തമിഴ്നാടിൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിന് ഔത്സുക്യമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം BJPയോട് ചേർന്ന് അദ്ദേഹം പ്രവർത്തിക്കും. അതിന് തൊട്ട് സംശയത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരിക്കലും കുറച്ച് കാണേണ്ടതല്ല.
വലിയ സംഭാവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ സംഭാവനകളൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെ പറയാം, ഒരു വ്യക്തിയല്ല പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. പ്രസ്ഥാനം നിരവധി വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അതിന് വലിയൊരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്. ആ ത്യാഗാധിഷ്ഠിതമായിരിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് ആരെയും ഒറ്റപ്പെടുത്തണം, ആരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ളതല്ല, എല്ലാവരും ചേർത്ത് പിടിക്കുന്നൊരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അണ്ണാമലൈ നാളെ ചേർത്ത് നിർത്തപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. രാജി എന്ന് പറയുന്നത് ഇപ്പോൾ രാജിവെച്ചു എന്ന് പറയുന്നത് ഒരു അവസാന വാക്കല്ല എന്ന് തന്നെ. അവസാന വാക്കല്ല, ഒരു ടെക്നിക്കൽ സംഭവം മാത്രമാണ്, താൽക്കാലികമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.